മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാൽ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണയാണെങ്കിൽ ലോട്ടറി വിറ്റിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഗോപാലനാണെങ്കിൽ സഹായിക്കാനും പറ്റുന്നില്ല. അവളുടെ അമ്മയെ ഓർത്ത് ഭയങ്കര വിഷമിക്കുന്നത്, എങ്ങനെയാലും ഇതിൻ്റെ രഹസ്യം കണ്ടെത്തണം എന്നുള്ളത് തന്നെയാണ് ഗോപാലിൻ്റെ അങ്ങനെ ആഗ്രഹം. അങ്ങനെ ഗോപാൽ നമ്മുടെ തൻ്റെ അളിയനോട് ഇങ്ങനെ വിളിച്ചു പറയുന്നു, തങ്കത്തിൻ്റെ അടുത്തൊന്ന് പോകണം എന്ന് പറയുന്നു. അങ്ങനെ തങ്കത്തിൻ്റെ അടുത്തേക്ക് അവർ ചെല്ലുകയാണ്. ചെന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നു, കൃഷ്ണയുടെ അച്ഛനാരാണ്? അപ്പോൾ തങ്കം ആട്ടി ഇറക്കുകയാണ്, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ, എന്നെ ജീവിക്കാൻ അനുവദിക്കത്തില്ലേ എന്നൊക്കെ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇറങ്ങി പോകാനൊക്കെ പറയുകയാണ്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ സിദ്ധാരയാണെങ്കിൽ നമ്മുടെ നിർമ്മലയായിട്ട് ഒരു കരാറ് വെച്ചിട്ടുണ്ടല്ലോ. കാരണം അവരുടെ മകളെ കീർത്തിയെ കൊണ്ട് നവീനെ കൊണ്ട് കെട്ടി അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇങ്ങനെ മോഡലിസ്റ്റാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഗാഥയാണെങ്കിൽ റൂമിൽ അകപ്പെട്ട് കിടക്കുകയാണ്. കാരണം റൂം സിദ്ധാര ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ മാണിക്കുഞ്ഞ് ഇത് കണ്ടുപിടിക്കുന്നുണ്ട്, ഇവരുടെ കള്ളത്തരം. കാരണം നിർമ്മല എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ അതിൽ സിദ്ധാരയും ഉണ്ടെന്ന് മാണിക്കുഞ്ഞിന് മനസ്സിലാവുന്നു. അങ്ങനെ അനൗൺസ്മെൻറ്റ് നടത്തുകയാണ്. അങ്ങനെ അനൗൺസ്മെൻറ്റ് നടത്തുന്ന സമയത്ത് നമ്മുടെ നിർമ്മല കീർത്തിയുമായിട്ട് സ്റ്റേജിലേക്ക് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും അന്തം വിട്ട് വളരെ ആകാംക്ഷയോടുകൂടി നോക്കുകയാണ്, ഇതെന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ. ഈ സമയത്താണ് നമ്മുടെ മാണിക്കുഞ്ഞ് എന്താണെന്നറിയാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങി നോക്കുമ്പോഴത്തേനും ഒരു റൂമിൻ്റെ അകത്ത് നിന്നിങ്ങനെ കൊട്ടുന്നു, അമ്മേ വാതിൽ തുറക്കുമെന്ന് പറയുന്നു. അപ്പോൾ മാണിക്കുഞ്ഞ് പറയുന്നു, മേഡം വെയിറ്റ് ചെയ്യുമെന്ന് പറയുന്നു. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, ചവിട്ടി പൊളിക്കാമെന്ന് പറയുന്നു. അങ്ങനെ തള്ളി 2-3 പ്രാവശ്യം തള്ളി അതിനുശേഷം തുറക്കുകയാണ്. തുറന്നിട്ട് നമ്മുടെ മാണിക്കുഞ്ഞ് പറയും, ഇതിലെന്തോ ചതിയുണ്ട് മേഡം, അതിൽ മേഡത്തിൻ്റെ അമ്മയുണ്ടെന്നാണ് തോന്നുന്നത് പറയും. അങ്ങനെ ഗാഥ ഓടുകയാണ്. ഓടി പെട്ടെന്ന് നവീൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഗാഥയുടെ മുഖത്തെ ടെൻഷനൊന്നും ആകുന്നില്ല, പക്ഷേ സന്തോഷത്തോടു കൂടി തന്നെ നിൽക്കുന്നു. ഇതേ സമയം സിദ്ധാരയും എല്ലാവരും വളരെ എന്താ പറയുക, വല്ലാത്തൊരു വിഷമഘട്ടത്തിലാകുകയാണ്. സിദ്ധാര ഇതിലുണ്ടെന്ന് ഗാഥയ്ക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ളത് എന്താണെന്നൊന്നും മനസ്സിലാകത്തില്ല. അങ്ങനെ അവിടെ വെച്ച് അവരുടെ നിശ്ചയം ഉറപ്പിക്കുകയാണ്, കല്യാണം ഉറപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അത് സന്തോഷമാകുന്നു, എല്ലാവരും ഹാപ്പിയായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. നാളത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ നിർമ്മലയും കീർത്തിയും വിട്ടുകൊടുക്കത്തില്ല. അവിടെ അവർ ഭയങ്കര പ്രശ്നമാക്കുന്നു. സിദ്ധാരയോട് ഓരോന്നൊക്കെ പറയുന്നു, എൻ്റെ മകളെ മോഹിപ്പിച്ചിട്ട് നിങ്ങളിങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഓരോന്നൊക്കെ പറയുന്നു. അങ്ങനെ നവീനോടും പറയുന്നു, എൻ്റെ മകളെ നീ ഇങ്ങനെ ആക്കിയത് നിനക്ക് ദൈവം പകരം തരും. അങ്ങനെ ഭയങ്കരമായിട്ട് പ്രതികരിക്കുകയാണ് നമ്മുടെ നിർമ്മല. പക്ഷേ നവീനും ഒന്നും പറയാനും പറ്റാത്ത അവസ്ഥയാവുന്നു. അങ്ങനെ നമ്മുടെ ഗാഥയോടും തട്ടിക്കയറുകയാണ് കീർത്തിയും നിർമ്മലയും. നീ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്നുള്ള രീതിയിൽ അവളെയും ഓരോന്നൊക്കെ പറയുന്നു. അവിടെ സിദ്ധാരയ്ക്ക് ഒരു വോയിസും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ. അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഇവർ തിരിച്ചിറങ്ങുന്ന സമയത്ത് ഗാഥയും പോവുകയാണ്. ആ സമയത്ത് ഗാഥയുടെ വണ്ടി പോയി ഇടിച്ച് ഗാഥ ബ്ലഡിൽ കുളിച്ച് ഇങ്ങനെ കിടക്കുന്ന സീനൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ അപ്പം മനസ്സിലാവും കല്യാണം നിശ്ചയം ഉറപ്പിച്ചപ്പോൾ തന്നെ നാഗദൈവങ്ങളുടെ ശാപം ഏറ്റു എന്നുള്ളത് മനസ്സിലാവും. അങ്ങനെ കൃഷ്ണ ഗാഥ ഇങ്ങനെ ബ്ലഡിൽ കുളിച്ച് റോഡിൽ കാറിൽ കിടക്കുന്ന അവസ്ഥയിലെത്തുകയാണ്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.